820 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ പ്ലാനാണിത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സോട് കൂടിയ 2 ബെഡ്റൂമുകൾ, വരാന്ത, ലിവിംഗ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയാണ് ഈ വീടിനുള്ളത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീട് വരുന്നത്. എല്ലാ പ്ലാനുകളിലും ചെയ്യുന്ന പോലെ ബേസിക് വാസ്തു ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൗത്ത് വെസ്റ്റ് കോർണറിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് കിച്ചൺ, വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഭാവിയിൽ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായി എൽ ഷേപ്പിൽ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ലോ ബഡ്ജറ്റ് വീടിന് പറ്റിയ പ്ലാനാണ്. ഈ വീടിൻ്റെ മുൻവശത്ത് മാത്രമാണ് അത്യാവശ്യം വ്യൂ ഉള്ളത്. ബാക്കിലും വശങ്ങളിലുമെല്ലാം വീടുകളുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് എലിവേഷൻ മാത്രം നന്നായിട്ട് ഡിസൈൻ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വീടിൻ്റെ പ്ലാൻ വരപ്പിക്കുമ്പോൾ നിർബന്ധമായും അതിൻ്റെ ഫർണിച്ചർ ലേഔട്ട് കൂടി വരപ്പിക്കണം. ലിവിംഗ് റൂമിലെ സോഫ, TV യൂണിറ്റ്, ബെഡ്റൂമുകളിലെ ബെഡ് പൊസിഷൻ, കിച്ചൺ ആക്സറീസ് ഇതെല്ലാം ഫർണിച്ചർ ലേഔട്ടിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈവൻ ഡോറിൻ്റെ ഡയറക്ഷൻ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫർണിച്ചർ ലേഔട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലും അസൗകര്യം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ പ്ലാനിൽ ചേഞ്ചസ് വരുത്താം. ഈ വീട് ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലിഗൻ ലുക്കിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാം. ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്തു വന്നാലും അവസാനം ഒരു ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ടൈൽ എലമെൻ്റ് എൻ്റെ ഡിസൈനിൽ കയറി വരാറുണ്ട്. എൻ്റെ ക്ലയൻസിനും അത് ഇഷ്ടപ്പെടാറുണ്ട്. ലോ ബഡ്ജറ്റ് വീടായതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ്സിലേക്കൊന്നും പോയിട്ടില്ല. നമുക്കൊരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഏത് കളർ കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ കേട്ടോ. എനിക്ക് പേഴ്സണലായി ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഡിസൈനാണ്. ഈ വീടിൻ്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റായി കണക്കാക്കുന്നത് 15 ലക്ഷം രൂപയാണ്. ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ ഡിസൈനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. താങ്ക് യു.